കാളരാഗം കാളരാഗം എന്ന് പറയുന്നത്? അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അല്ല, ഒരു സംശയം വന്നു ഇവിടെ. ഇങ്ങനെ എന്താ എനിക്ക് ഈ കാളരാഗം എന്നുള്ളത്? ഒരുത്തക്കേട് കാണിച്ചിട്ട് ന്യായം പറഞ്ഞു. നീ പറഞ്ഞില്ല എവിടെയാണ് ന്യായം? വേണ്ടെങ്കിൽ വേണം, അത്രേ ഉള്ളൂ. ഇടപെടണ്ട പോലും. ആത്മബന്ധം കൊണ്ടാണ് ആത്മബന്ധം. ക്ഷണക്കത്ത് തൊട്ട് ഈ മനുഷ്യൻ ഇവിടെ ഉണ്ട്. ഭയങ്കരമായ ആള്. പുള്ളിയോട് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുമ്പോ ഞങ്ങളുണ്ട്. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. എന്തെങ്കിലും കുത്തിക്കേട്ടി തന്നെ വായിക്കാത്ത ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഈ ആങ്കർ നീ വിട്ടിച്ചാൻ ചോദിക്കുന്നത് എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. ബഹുമാനിക്കാൻ ശീലിക്കണം. എനിക്കും ഇഷ്ടപ്പെട്ടില്ല. എന്തോന്നാണ് അതൊരു ന്യായം വേണ്ട നീ ചോദിക്കുന്നതിന്. നമുക്ക് പറ്റാത്തവന്മാരെ കേട്ടത്. നീ തമാശ പറയാനാക്കി ഓക്കെ, ഞാൻ തമാശ എനിക്ക് കുറെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഈ വിട്ടിച്ചാൻ ചോദിച്ചാല് നിന്നെ പരിസരത്ത് എന്റെ സ്വഭാവം മഹാപെശക. ഒരാൾ മുമ്പിൽ ഇരിക്കുന്നത് എന്ത് പണ്ടത്തിന് ചോദിക്കാന്ന് പറഞ്ഞിട്ട് നീ ചോദിക്കരുത്. കാര്യം അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പിന്നെ ഞാനൊക്കെ ആക്കുന്നത് നമ്മള് വെറുത്താ പിന്നെ വെറുത്തതാ. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. എടാ നിന്റെ അടുത്ത് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ ആ സ്നേഹം നീ അത് മിസ്യൂസ് ചെയ്യരുത്. മിസ്യൂസ് ചെയ്തെന്നാ? അതെ, എന്നോട് നിങ്ങൾ അങ്ങനെ പറയരുത്. എന്ത് വിട്ടിച്ചോ ഇദ്ദേഹത്തിന്റെ അടുത്ത് അങ്ങ് ചോദിക്കാതെ പറഞ്ഞ് മഹാബോറ. നന്ദിയേട്ടവന്മാരെ എല്ലാരും കൂടെ ശവത്തി കുത്താടാ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഞാനൊന്ന് ടെസ്റ്റ് നോക്കിയതാടാ. ഒരുമാതിരി കോപ്പിലെ ടെസ്റ്റിംഗ് ആയി പോയി. അയ്യോ മക്കളെ കരയല്ലേടാ. ഞാൻ വെറുതെ ഒരു തമാശക്ക്. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. എടാ ഇന്ന് ഏപ്രിൽ 1 മുടിഞ്ഞു പോകും. എടാ ഏപ്രിൽ 1 ഞാനങ്ങനെ പറയൂ? ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തല്ലേ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം.